ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ്, കാമദ ഏകാദശി. ഏപ്രിൽ 8-ാം തീയതി ചൊവ്വാഴ്ച. ഏകാദശിയെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ എനിക്കൊരു തെറ്റ് പറ്റിയിരുന്നു. ഏകാദശി തിഥി പറഞ്ഞപ്പോൾ ഞാൻ ഏപ്രിൽ 7-ന് പകരം 17 എന്നും ഏപ്രിൽ 8-ന് പകരം 18 എന്നും പറഞ്ഞിരുന്നു. കുറച്ച് ആളുകൾ അത് തിരുത്തിയിരുന്നു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. എഴുതി വെച്ചപ്പം ഏപ്രിൽ എന്നെഴുതിയതിൽ എല്ല് കുറച്ചങ്ങോട്ട് നീങ്ങിയിരുന്നത് കൊണ്ട് പെട്ടെന്ന് അത് നോക്കി പറഞ്ഞപ്പോൾ തിഥിയെല്ലാം ഞാൻ എഴുതി വെച്ചിരുന്നു, ഏകാദശിയുടെ സമയങ്ങളൊക്കെ. അപ്പോൾ ആ എഴുതിയപ്പോൾ ആ എല്ല് കുറച്ചങ്ങോട്ട് നീങ്ങി, ഏപ്രിലിലെ എല്ല് അങ്ങോട്ട് കുറച്ച് നീങ്ങിയിരുന്നു. അപ്പോൾ പെട്ടെന്നത് വായിച്ചപ്പോൾ 8-ന് പകരം 18 ആയി മാറിയതാണ്. ഏകാദശി തിഥി പറഞ്ഞപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. ഏകാദശിയുടെ ഡേറ്റ് പറഞ്ഞപ്പം തെറ്റിയിട്ടില്ലായിരുന്നു. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഏപ്രിൽ 7-ാം തീയതി വൈകുന്നേരം 8 മണി മുതൽ ഏപ്രിൽ 8-ാം തീയതി വൈകുന്നേരം 9:12 വരെയാണ്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയെ കാമദ ഏകാദശി എന്ന് പറയുന്നു. രാമനവമിക്ക് ശേഷം വരുന്ന ഏറ്റവും പുണ്യകരമായ ഏകാദശിയാണ് കാമദ ഏകാദശി. ഏകാദശി വ്രതകഥയും പാരണാസമയങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഏകാദശിയുടെ വ്രതകഥ നിർബന്ധമായും ഏകാദശി ദിവസം കേൾക്കണം. അതുകൂടാതെ പാരണാസമയത്ത് ഇത് വായിച്ച് അതല്ലെങ്കിൽ കേട്ട് പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ഉത്തമമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദിക്കുകയാണ്, ഹേ കമലനയന, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഹേ ജഗദീശ്വര, ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ മഹാത്മ്യം അങ്ങ് വിവരിച്ചു തന്നാലും. എന്താണ് ആ ഏകാദശിയുടെ പേര്? ആരാണ് ഈ വ്രതം ആദ്യമായി അനുഷ്ഠിച്ചത്? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്തു ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത്? ഇങ്ങനെയൊക്കെ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇങ്ങനെ പറഞ്ഞു, ഹേ അർജുന, ഒരിക്കൽ ദിലീപ് എന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ഗുരുവായ വസിഷ്ഠനോട് ഇതേ കാര്യം ചോദിച്ചിരുന്നു. ആ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ദിലീപ രാജാവ് ഗുരു വസിഷ്ഠനോട് ഇങ്ങനെയാണ് ചോദിച്ചത്, മഹർഷി, ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയുടെ പേര് എന്താണ്? അവിടെ ഏതു ദേവതയെയാണ് ആരാധിക്കുന്നത്? എന്താണ് അതിൻ്റെ നിയമം? അപ്പോൾ വസിഷ്ഠ മഹർഷി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ രാജാവേ, ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയുടെ പേര് കാമദ ഏകാദശി എന്നാണ്. എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന ഏകാദശിയാണ് കാമദ ഏകാദശി. അഗ്നി എങ്ങനെയാണോ വിറക് കത്തിച്ച് ചാരമാക്കുന്നത്, അതേപോലെ കാമദ ഏകാദശി തങ്ങളുടെ പാപങ്ങളെയെല്ലാം കത്തിച്ച് ചാമ്പലാക്കി നമുക്ക് പുണ്യം പ്രദാനം ചെയ്യും. എല്ലാ പാപങ്ങളും നശിക്കുക തന്നെ ചെയ്യും. ഒരു ശോഭയുള്ള മകൻ അങ്ങ് ഈ വ്രതം അനുഷ്ഠിച്ചാൽ ജനിക്കുകയും ചെയ്യും. ഇതിലൂടെ ഉപവസിച്ചുകൊണ്ട് ഒരാൾ അധോലോകത്തിൽ നിന്ന് മുക്തനാവുകയും ഒടുവിൽ അവൻ സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇനി ഏകാദശിയുടെ മഹത്വം വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിക്കുകയാണ്. പുരാതന കാലത്ത് ഭാഗീപൂർ എന്നൊരു നഗരമുണ്ടായിരുന്നു. ആ നഗരം ഭരിച്ചിരുന്നത് പുണ്ടരീകൻ എന്ന രാജാവായിരുന്നു. പുണ്ടരീകൻ എന്ന രാജാവ് ഒരുപാട് ഐശ്വര്യങ്ങളാൽ അനുഗ്രഹീതനായിരുന്നു. നിരവധി അപ്സരസുകൾ, ഗന്ധർവന്മാർ, കിന്നരന്മാർ തുടങ്ങിയ ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് താമസിച്ചിരുന്നു. ആ നഗരത്തിൽ ലളിത് എന്നും ലളിത എന്നും പറയുന്ന 2 ഗന്ധർവന്മാർ താമസിച്ചിരുന്നു. ഒരാൾ പുരുഷനും മറ്റേയാൾ സ്ത്രീയുമായിരുന്നു.
വളരെ മനോഹരമായ ഒരു വീട്ടിലായിരുന്നു അവർ താമസിച്ചു കൊണ്ടിരുന്നത്. വലിയ സ്നേഹമായിരുന്നു ഇവർക്ക്. എന്നെങ്കിലും തമ്മിൽ പിരിയേണ്ടി വരുമോ എന്ന് അവരെപ്പോഴും ആലോചിച്ചു കൊണ്ടേയിരുന്നു. അതവർക്ക് ഓർക്കാൻ സാധിക്കുന്നതല്ലായിരുന്നു. അത്ര സ്നേഹമായിരുന്നു അവർ രണ്ടുപേരും തമ്മിൽ. ഒരിക്കൽ ഈ രാജാവിൻ്റെ സദസ്സിൽ, അതായത് പുണ്ടരീക രാജാവിൻ്റെ സദസ്സിൽ വെച്ചിട്ട് ഈ ഗന്ധർവൻ പാട്ടുപാടുകയാണ്. അന്നേരം ലളിത് എന്ന ഗന്ധർവൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ലളിത എന്ന ഭാര്യ അവിടെ ഉണ്ടായിരുന്നില്ല. ലളിത് പാട്ട് പാടുന്നുണ്ടായിരുന്നു. പാടിക്കൊണ്ടിരിക്കുമ്പോൾ ലളിത എന്ന തൻ്റെ കൂട്ടുകാരിയെ ഓർത്തുകൊണ്ടേയിരുന്നു. ലളിത ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ എന്ന് കരുതി വിഷമിച്ചുകൊണ്ടാണ് പാട്ട് പാടിക്കൊണ്ടിരുന്നത്. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ലളിതയെ ഓർക്കാൻ തുടങ്ങി. അതുമൂലം അദ്ദേഹം പാടുന്നതിൽ തെറ്റുകൾ വരുവാൻ തുടങ്ങി. ആ സമയത്ത് നാഗരാജനായ കർക്കോടകൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ലളിതിനെ കുറിച്ച് പുണ്ടരീക രാജാവിനോട് പരാതിപ്പെട്ടു. ഇതിൽ രാജാവ് വളരെയധികം കോപിച്ചു. കോപത്തോടു കൂടി അദ്ദേഹം ലളിതിനെ ശപിക്കുകയാണ്. ഹേ ദുഷ്ട, എൻ്റെ മുമ്പിൽ പാടുമ്പോഴും നീ നിന്റെ ഭാര്യയെ ഓർക്കുന്നു. ഇതുമൂലം നീ ഒരു നരഭോജിയായ രാക്ഷസനായി മാറുകയും നിന്റെ പ്രവർത്തികളുടെ ഫലം നീ അനുഭവിക്കുകയും ചെയ്യണം. ഇങ്ങനെ പറഞ്ഞാണ് ശപിക്കുന്നത്. അങ്ങനെ ആ ശാപത്തിൻ്റെ ഫലമായി ആ ഗന്ധർവൻ ഒരു ഉഗ്രനായ രാക്ഷസനായി രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം ഭീമാകാരമായി, ഭീകരമായി. അവൻ്റെ കണ്ണുകൾ സൂര്യചന്ദ്രന്മാരെ പോലെ തിളങ്ങുവാൻ തുടങ്ങി. അവൻ്റെ വായിൽ നിന്ന് ഉഗ്രമായ അഗ്നിജ്വാലകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അവൻ്റെ മൂക്ക് ഒരു പർവ്വത ഗുഹ പോലെ വലുതായി. അവൻ്റെ കഴുത്ത് ഒരു പർവ്വതം പോലെ വലുതായി. അവൻ്റെ കൈകൾ 2 യോജനകൾ നീളമുള്ളതായി. അങ്ങനെ അവൻ്റെ ശരീരം 8 യോജന നീളമുള്ളതായി. അങ്ങനെ ഒരു രാക്ഷസനായി മാറിയതിനു ശേഷം അവൻ പല ദുഃഖങ്ങളും അനുഭവിക്കുവാൻ തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ട ഗന്ധർവൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ കൂട്ടുകാരിയായ ഭാര്യയായ ലളിത അങ്ങേയറ്റം വിഷമിച്ചു. ഞാൻ എവിടേക്ക് പോകണമെന്നും ഭർത്താവിൻ്റെ രക്ഷയ്ക്കായി ഞാൻ എന്തു ചെയ്യണമെന്നും അവൾ ചിന്തിക്കുവാൻ തുടങ്ങി. തൻ്റെ ഭർത്താവിനെ ഈ നരകതുല്യമായ കഷ്ടപ്പാടിൽ നിന്നും എങ്ങനെ മോചിപ്പിക്കാൻ സാധിക്കും എന്നും ചിന്തിക്കുവാൻ തുടങ്ങി. ലളിത് ഒരു രാക്ഷസനായി മാറുകയും നിബിഡവനങ്ങളിൽ താമസിക്കുമ്പോൾ പലതരം പാപങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിതയും അദ്ദേഹത്തെ അനുഗമിക്കുകയും അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് സങ്കടപ്പെടുകയും ചെയ്തു. ഒരിക്കൽ അവൾ ഭർത്താവിനെ പിന്തുടർന്ന് വിന്ധ്യാചൽ പർവ്വതത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ശൃംഗി മുനിയുടെ ആശ്രമം കാണുകയുണ്ടായി. അവൾ വേഗം ആ ആശ്രമത്തിലേക്ക് പോകുന്നു. മുനിയുടെ അടുത്തെത്തിയതിനു ശേഷം മുനിയെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അല്ലയോ മഹർഷി, ഞാൻ വീർധന്വ എന്ന ഗന്ധർവൻ്റെ മകളായ ലളിതയാണ്. എൻ്റെ ഭർത്താവ് പുണ്ടരീക രാജാവിൻ്റെ ശാപത്താൽ ഒരു ഭയങ്കര രാക്ഷസനായി മാറിയിരിക്കുന്നു. എനിക്ക് അതിയായ വേദന അനുഭവപ്പെടുന്നു എൻ്റെ ഭർത്താവിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട്. എൻ്റെ ഭർത്താവിൻ്റെ കഷ്ടപ്പാടുകൾ കാരണം ഞാൻ വളരെയധികം ദുഃഖിതയാണ്. അല്ലയോ മഹാമുനി, ദയവായി അദ്ദേഹത്തിന് അസുര രൂപത്തിൽ നിന്നും മുക്തി നേടുവാൻ എന്തെങ്കിലും ഒരു പരിഹാരം അങ്ങ് പറഞ്ഞു നൽകണമേ. ഇങ്ങനെ ഈ കഥ മുഴുവൻ ഈ ഗന്ധർവ സ്ത്രീ ഈ ലളിത മുനിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. കഥ മുഴുവൻ കേട്ടപ്പോൾ ശൃംഗി മഹർഷി പറഞ്ഞു, അല്ലയോ മകളെ, ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയുടെ പേര് കാമദ ഏകാദശി എന്നാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിയുടെ എല്ലാ ആഗ്രഹങ്ങളും വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു. നീ നിന്റെ ഉപവാസത്തിൻ്റെ പുണ്യം നിന്റെ ഭർത്താവിന് നൽകുക. അങ്ങനെ ചെയ്താൽ
അവൻ അസുര രൂപത്തിൽ നിന്നും മുക്തനാവുകയും സകല പാപങ്ങളും നശിച്ച് മോക്ഷം പ്രാപിക്കുകയും ചെയ്യും. മഹർഷിയുടെ ഉപദേശപ്രകാരം ലളിത ഭക്തിപൂർവം ഉപവസിച്ചു. ദ്വാദശി ദിനത്തിൽ, അതായത് മഹാദ്വാദശി ദിനത്തിൽ ബ്രാഹ്മണരുടെ മുമ്പിൽ വെച്ച് തൻ്റെ ഉപവാസത്തിൻ്റെ ഫലം ഭർത്താവിന് നൽകി ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അല്ലയോ ഭഗവാനെ, ഞാൻ അനുഷ്ഠിച്ച ഉപവാസത്തിൻ്റെ ഫലം എൻ്റെ ഭർത്താവിന് ലഭിക്കണമേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആസുര രൂപത്തിൽ നിന്നും ഉടൻ തന്നെ മോചനം നൽകണമേ. അങ്ങനെ തൻ്റെ ഉപവാസത്തിൻ്റെ, തൻ്റെ വ്രതത്തിൻ്റെ പുണ്യം ഭർത്താവിന് നൽകുകയാണ് ആ സ്ത്രീ. അങ്ങനെ ഏകാദശിയുടെ പുണ്യം തൻ്റെ ഭർത്താവിന് നൽകിയത് കൊണ്ട് അവളുടെ ഭർത്താവ് അസുര രൂപത്തിൽ നിന്നും മോചിതനായി. ഏകാദശിയുടെ ഫലം പറഞ്ഞ ഉടനെ തന്നെ മോചിതനായി എന്നാണ് പറയുന്നത്. അങ്ങനെ മോചിതനായി തൻ്റെ ദിവ്യരൂപം പ്രാപിക്കുകയാണ്. അതായത് പാരണാസമയത്ത് പാരണ വീടിക്കൊണ്ട് ഭഗവാനോട് ഈ വിധം പ്രാർത്ഥിച്ച്, ഞാൻ ഇതിനാണ് ഏകാദശി വ്രതം എടുത്തത്, ഇതിൻ്റെ ഫലം എൻ്റെ ഭർത്താവിന് നൽകി അദ്ദേഹത്തിനെ അസുര രൂപത്തിൽ നിന്നും മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ നിമിഷം തന്നെ ഭർത്താവിൻ്റെ ആസുര രൂപം മാഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ അസുര രൂപത്തിൽ നിന്നും മോചിതനായി തൻ്റെ ദിവ്യരൂപം പ്രാപിക്കുകയാണ്. അവൻ നിരവധി മനോഹരങ്ങളായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ലളിതയോടൊപ്പം പഴയതുപോലെ നടക്കുവാൻ തുടങ്ങി എന്നും പറയുന്നു. കാമദ ഏകാദശിയുടെ സ്വാധീനത്താൽ ആ അസുരൻ, ആ ഗന്ധർവൻ, അസുരനായി മാറിയ ആ ഗന്ധർവൻ അതീവ സുന്ദരനായി മാറി എന്നും പറയുന്നു. അതിനുശേഷം ഇരുവരും പുഷ്പക വിമാനത്തിലിരുന്നു കൊണ്ട് വിഷ്ണു ലോകത്തിലേക്ക് പോയി എന്നും പറയുന്നു. ഇങ്ങനെ കഥ പറഞ്ഞിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, അല്ലയോ അർജുന, ഈ വ്രതം പതിവായി അനുഷ്ഠിക്കുന്നതിലൂടെ എല്ലാ പാപങ്ങളും നശിച്ചു പോകുന്നു. ഈ വ്രതത്തിൻ്റെ പുണ്യത്താൽ മനുഷ്യൻ ബ്രഹ്മഹത്യ മുതലായ പാപങ്ങൾ ചെയ്താൽ പോലും മുക്തി നേടുക തന്നെ ചെയ്യും. ഇതിനേക്കാൾ മികച്ച മറ്റൊരു വ്രതം ലോകത്തിലില്ല. ഇതിൻ്റെ കഥ കേട്ടും വായിച്ചും തന്നെ ഒരാൾക്ക് മുക്തി നേടാൻ സാധിക്കും, തൻ്റെ പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും. അത്രത്തോളം പുണ്യകരമായ ഒരു ഏകാദശിയാണ് കാമദ ഏകാദശി എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. ഇവിടെ എന്തിനാണ് ഈ രാജാവ് ഈ അസുരനെ, ഈ ഗന്ധർവനെ ശപിച്ചത്? പലപ്പോഴും സ്നേഹം നല്ലത് തന്നെയാണ്. ചില സമയങ്ങളിൽ സ്നേഹത്തിൻ്റെ കാഠിന്യം മൂലം തൻ്റെ കടമകളിൽ നിന്നും ചിലരെന്ത് ചെയ്യും? വ്യതിചലിക്കും. ചിലർക്ക് അമിതമായ സ്നേഹമാണ് ഭർത്താവിനോട്, മക്കളോട്. ആ സമയത്ത് എന്താ ചെയ്യുന്നത്? അവരെന്ത് തെറ്റു ചെയ്താലും അവരെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. ചിലരെന്ത് ചെയ്യും? ജോലി ചെയ്യാതെ വീട്ടിലിരിക്കും സ്നേഹക്കൂടുതൽ കൊണ്ട് എന്നാണ് പറച്ചിൽ. അങ്ങനെ സ്നേഹക്കൂടുതൽ കൊണ്ട് തൻ്റെ കടമകളിൽ നിന്നും കർത്തവ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറരുത് എന്നാണ് ഇവിടെ ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്നേഹം നല്ലത് തന്നെ, പക്ഷേ തങ്ങളുടെ കടമകൾ മറക്കരുത്. ഇതാണ് കാമദ ഏകാദശിയുടെ വ്രതകഥ. ഇനി നമുക്ക് ഏകാദശിയുടെ പാരണാ സമയം നോക്കാം. കാമദ ഏകാദശി 8-ാം തീയതിയാണ്. 9-ാം തീയതി നമ്മൾ പാരണ വീടണം. 9-ാം തീയതി പാരണ വീടേണ്ടുന്ന സമയങ്ങൾ കേരളത്തിൽ രാവിലെ 9-ാം തീയതി രാവിലെ 6:16 മുതൽ 10:21 വരെയാണ്. തമിഴ്നാട് 6 മണി മുതൽ 10:07 വരെയാണ്. കർണാടക 6:11 മുതൽ 10:18 വരെ. ആന്ധ്രാപ്രദേശ് 6:03 മുതൽ 10:10 വരെ. തെലുങ്കാന 6:05 മുതൽ 10:13 വരെ. ഒറീസ 5:33 മുതൽ 9:43 വരെ. മധ്യപ്രദേശ് 6:05 മുതൽ 10:16 വരെ.
മഹാരാഷ്ട്ര 6:26 മുതൽ 10:35 വരെ. ഗോവ 6:24 മുതൽ 10:32 വരെ. ഗുജറാത്ത് 6:34 മുതൽ 10:46 വരെ. ഡൽഹി 6:02 മുതൽ 10:16 വരെ. കാശ്മീർ 6:08 മുതൽ 10:24 വരെ. പഞ്ചാബ് 6:09 മുതൽ 10:25 വരെ. ഹരിയാന 6:03 മുതൽ 8:35 വരെ. ലക്നൗ 5:49 മുതൽ 8:20 വരെ. രാജസ്ഥാൻ 6:09 മുതൽ 10:22 വരെ. ഛത്തീസ്ഗഡ് 5:50 മുതൽ 8:20 വരെ. ജാർഖണ്ഡ് 5:33 മുതൽ 8:04 വരെ. ആസാം 5:06 മുതൽ 7:37 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് 5:11 മുതൽ 7:39 വരെ. ഓസ്ട്രേലിയ 8:08 മുതൽ 8:39 വരെ 9-ാം തീയതി. സിംഗപ്പൂർ 7:02 മുതൽ 9:28 വരെ. മാലിദ്വീപ്സ് 6:02 മുതൽ 8:28 വരെ. ചൈന 6:08 മുതൽ 8:07 വരെ. ജപ്പാൻ 7:08 മുതൽ 7:51 വരെ. മലേഷ്യ 7:10 മുതൽ 9:36 വരെ. പോണ്ടിച്ചേരി 6:02 മുതൽ 8:30 വരെ. കുവൈറ്റ് 5:28 മുതൽ 8:01 വരെ. ദുബായ് 6:03 മുതൽ 8:34 വരെ. ദോഹ ഖത്തർ 5:17 മുതൽ 7:49 വരെ. ബഹ്റിൻ 5:20 മുതൽ 7:52 വരെ. സൗദി അറേബ്യ 5:37 മുതൽ 8:08 വരെ. ഷാർജ 6:02 മുതൽ 8:33 വരെ. അബുദാബി 6:06 മുതൽ 8:38 വരെ. ഒമാൻ 5:51 മുതൽ 8:22 വരെ. മാഞ്ചസ്റ്റർ UK 6:23 മുതൽ 9:06 വരെ. അർമേനിയ 6:33 മുതൽ 9:09 വരെ. ജർമ്മനി 6:22 മുതൽ 9:05 വരെ. ഡെൻമാർക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയ 6:29 മുതൽ 8:46 വരെ. ലിബിയ 6:45 മുതൽ 9:19 വരെ. നൈജീരിയ 6:23 മുതൽ 8:51 വരെ. സ്വീഡൻ 5:50 മുതൽ 8:38 വരെ. ഇറ്റലി 6:39 മുതൽ 9:16 വരെ. അമേരിക്ക 6:40 മുതൽ 9:16 വരെ. ജോർദാൻ 6:15 മുതൽ 8:48 വരെ. സാംബിയ 6:13 മുതൽ 8:35 വരെ. കാനഡ 6:28 മുതൽ 9:07 വരെ. ഇസ്രായേൽ 6:18 മുതൽ 8:51 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ കാനഡ 6:32 മുതൽ 9:13 വരെ. സൗത്ത് ആഫ്രിക്ക 7:05 മുതൽ 9:22 വരെ. റഷ്യ 5:40 മുതൽ 8:24 വരെ. ന്യൂസിലാൻഡ് ഉച്ചയ്ക്കാണ്, അതായത് 9-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെയാണ് ഭരണാസമയം. ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ സാധാരണയായി ഭരണാസമയം പറയാറുള്ളത്. ഇനി മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ അറിയണമെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിച്ചോളൂ, അതിന് മറുപടിയായിട്ട് കമൻറ്റിൽ പറയാം. അടുത്ത ഏകാദശി മുതൽ ആ സ്ഥലം കൂടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഏകാദശിയെ പറ്റി അറിയാനുള്ളത്. ഏകാദശിയുടെ വ്രതനിഷ്ഠയെ പറ്റിയും ഏകാദശി ഭക്ഷണത്തെ പറ്റിയുമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കേൾക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏകാദശി കൃത്യമായി എടുക്കുക, നാമം ജപിക്കുക. ഇനി ഏകാദശി വ്രതത്തിൽ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും, അതായത് ആ നിഷ്ഠയിലിരുന്ന് എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അത് ഏറ്റവും പുണ്യകരമാണ്. കാമദ ഏകാദശി അത്ര പുണ്യമായ ഏകാദശിയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.